മിനുട്ടി എന്തോ അപ്പൊ നമ്മൾ ടോപ്പ് സിംഗറിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് തുടങ്ങുവാണ് അല്ലെ? അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഒത്തിരി നല്ല നല്ല പെർഫോമൻസുകളും പാട്ടുകളും ഒക്കെ നമ്മൾ ഇന്നും കേൾക്കും. അതെ അതെ, നമ്മുടെ ജഡ്ജസിനെ വിളിക്കാം അല്ലേ? നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം എംജി സാർ. റിമു സ്വാഗതം. മധുചേട്ടാ വെൽക്കം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിക്കാം. നമ്മൾ ആദ്യത്തെ പെർഫോമറെ വിളിക്കാൻ പോവാണ്. ഓക്കെ. മീനുട്ടി, എന്തോ? നമ്മുടെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ ഈ ക്യാരക്ടർ റൗണ്ടില് നമ്മുടെ പിള്ളേർ ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളായി വരുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, ചിലര് കരയിപ്പിക്കുന്നു, പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടം. കരയിപ്പിക്കുന്നല്ല, ഇങ്ങനെ പെർഫോമൻസ് ആ ഒരു പെർഫോമൻസ് ചിലപ്പോ അത്തരത്തിലുള്ളതായിരിക്കാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു റൗണ്ടാണ്. ആ ഒരു റൗണ്ടിൽ ഒരു പുതിയ കഥാപാത്രമായി കടന്നു വരുന്നു നമ്മുടെ സ്വന്തം അശ്വിൻകുട്ടൻ. ഇതേതൊരു സിനിമയിൽ മമ്മൂക്ക ഇട്ടിട്ടുണ്ടല്ലോ, രജനികാന്താണ് ഇട്ടേക്കണേ. ഇത് മമ്മൂക്ക സിനിമയിലിട്ടുണ്ട്. തകർക്കാനാണ് ഉദ്ദേശം. തുറുപ്പുകുലാനോ അങ്ങനെ എന്തോ. ആണോ? ആ അതേ വേഷം, അതാണ്. ഓട്ടി നടന്ന് പാടുമായിരിക്കും അല്ലേ? എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. സുഖല്ലേ? നാട്ടിലൊക്കെ എന്ത് പറയുന്നു എല്ലാരും? എല്ലാരും നല്ലത് പറയുന്നു. ഒരാള് പോലും അവനെ മോശം നമ്മളെ പോലെ അല്ലടാ. അവൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മോനാ. അതെ. തുറുപ്പുകുലാനിലെ ഏത് പാട്ടാ പറഞ്ഞേ? നീ പിടിയാനാ പിടിയാനാ. അത് ശരി. ഞാൻ മതയാനാ മതയാനാ ഇല്ലേ? അത് ഏകദേശം ശരിയാണ്. അയ്യോ, ഞാൻ ചോദിച്ചു ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതിന്റെ അടുത്ത വരി ഒന്ന് പറഞ്ഞ, പക്ഷെ മ്യൂസിക് ഡയറക്ടർ ആരാ? അലക്സ് പോൾ. അലക്സ് പോൾ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് ഞാനാ പാടി. ബ്ലാക്ക് എന്നുള്ള അമ്പലക്കര പുരം, അതിൽ 59 കൊമ്പന്മാരുടെ അങ്ങനല്ല കേട്ടോ. മമ്മൂക്കയുടെ കൂടെ അത് ഞാൻ ആദ്യം ഓഡീഷൻ വന്നപ്പോ പാടിയായിരുന്നു അല്ലേ? നല്ല രസമുള്ള പാട്ടായിരുന്നു. നല്ല പെപ്പി സോങ് ആണ്. എഴുതിയത് കൈതപ്പുറം സാർ, പാടിയത് വിനീത് ശ്രീനിവാസൻ ചേട്ടൻ. വർഷം 2008, സിനിമ തുറുപ്പുകുലാൻ. ഈ വർഷങ്ങളൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നിരിക്കുന്നു. അതെ, ശരിക്കും കുറച്ച് നാളായിട്ടുള്ളതാണ് എന്റെ മനസ്സിൽ. ഒരു 10 വർഷമായെന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ 10 വർഷമൊക്കെ ഓടിപ്പോവാ. എന്നാ നമ്മളോട്ട് ഇങ്ങനെ എപ്പോഴും ഇരിക്കത്തുമില്ല. അതാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വർഷങ്ങൾ പോവുകയും ചെയ്യും. നമ്മളെല്ലാവരുടെ രൂപങ്ങളും മാറുന്നുണ്ട്. അറിയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീ പിടിയാനാ പിടിയാനാ, ഞാൻ മതയാനാ മതയാനാ. പിടിയാനാ പിടിയാനാ മതയാനാ മതയാനാ,
പാട്ട് നല്ല അടിപൊളിയായിരുന്നു. ഓർക്കസ്ട്ര മോനും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു. മോന്റെ വോയിസ് നല്ല ഇതായിരുന്നു, ഷാർപ്പ് വോയിസ് ആയിട്ട് നിന്നു. വെരി ഗുഡ്, നന്നായിരുന്നു. താങ്ക് യു. പിന്നെ ഇതിനകത്ത് കുറച്ച് ശ്രുതി ചേരായ്മ വന്നു കുറച്ച് സ്ഥലത്ത്. ആന, നിഴലാന, പിന്നെ മാതളമലരിന്റെ, താമരകളിന്റെ, തണുവുള്ള ആ ഏരിയയിലൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. വോയിസ് നല്ല ഗുമ്മെന്ന് നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ വോയിസ് നല്ല രസമായിരുന്നു ഇന്ന് കേൾക്കാൻ. പാട്ട് നല്ല നല്ല എഫക്റ്റീവ് ആയിരുന്നു. കാരണം ഡാൻസേഴ്സും പിന്നെ മോൻ്റെ ഇത് ആക്ഷനൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. കാരണം മമ്മൂക്കെ കാണിച്ചതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ടോട്ടലി നന്നായിരുന്നു. മോൻ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു സാർ. അശ്വിൻ കുട്ടാ, എന്താ? കാലക്കി. താങ്ക് യു. എനിക്കും ഇഷ്ടപ്പെട്ടു ആദ്യത്തെ ആ സ്റ്റെപ്പ്. അതെങ്ങനെയായിരുന്നു അത്? നീ കാരണം പറ്റുന്നില്ല, സ്ഥലമില്ലട അച്ഛനും സ്ഥലം കൊടുക്ക, സ്ഥലം കൊടുക്ക. കാണിച്ചിട്ട് താളം തന്നെ കറക്റ്റ്. എന്തായാലും പാട്ട് നന്നായിട്ട് പാടി. മോന്റെ ഇപ്പൊ വോയിസ് നന്നായി നല്ല എനർജറ്റിക് ആയിട്ട് പാടി. പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ ഓൾറെഡി. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ശ്രുതി ചേരാനുണ്ടായിരുന്നു. ഒന്ന് ശരിയാക്കിയാൽ മതി. മിടുക്കനാണ്, സ്റ്റൈൽ മന്നനാണ്. കുറെ ആന അപ്പുറത്ത് വന്നു, മതയാന ഇപ്പുറത്ത്, ഒരു ചെറിയ ആനയെങ്കിലും ഞാൻ വേണം. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, മാണിക്യക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ, മുറ്റത്തു ചെറിയ രത്തം പെറുക്കാൻ അപ്സരകന്യകളെ പോരൂ, ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, മാണിക്യക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ. തൃശ്ശൂർ പൂരത്തിന് പോലും ഇത്ര ആന ഇറങ്ങി കാണില്ല. ഒരാന ചന്തമായിരുന്നു ഇവിടെ. എന്നാ ലാസ്റ്റ് ആനച്ചന്തം, ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം, ഇത്തിരി ഹിന്ദി ചന്തം. ഇതോടുകൂടി ആനച്ചന്തം അവസാനിപ്പിച്ചതായി അറിയിച്ചു എപ്പിസോഡ്. ഓക്കെ, അപ്പൊ ഈ മതയാനയുടെ മാർക്ക് അറിയാം നമുക്ക്. It's 97 out of 100. താങ്ക് യു സാർ. ആടി ഒരു മമ്മൂക്ക പൂക്കുറ്റി. എനിക്കൊരു കാര്യം പറയാൻ. എന്താണ്? എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ആശ ടീച്ചർക്ക് ഒരു ഹായ് എഴുതാമോ? അത് മധു. അശ്വിൻ കുട്ടനെ പാട്ട് പഠിപ്പിക്കുന്ന ആശ ടീച്ചർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് ആശ ടീച്ചർക്ക് മധുചേട്ടൻ തന്നെ ഒരു അതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഡിസ്കഷൻ. ആണോ? അല്ല, ഞങ്ങൾ എല്ലാരും കൂടെ ഹായ് പറഞ്ഞത്. പക്ഷെ പക്ഷേ മധുവാണ് അതിന്റെ ലീഡ് ചെയ്യുന്നത്. അതെന്താ കാരണം? ഈ വിഷസിന്റെ ഒക്കെ ലീഡർ മധുവാണ്. ഇവന് ഒരു വിഷയം കൂടെ ഉണ്ട്. എന്താടാ പറ. എന്റെ സ്കൂളിലെ ടീച്ചേഴ്സിനും എന്റെ കൂട്ടുകാർക്കും ഹായ് കൊടുക്കണം. അതിനെന്താ, എല്ലാവർക്കും കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും എല്ലാം ഹായ്. ഹായ്. ഇപ്പൊ അടിപൊളി. ശരി, ആ കൊച്ചിനെ ഒന്ന് വിട്. ബൈ. ബൈ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ആളെ വിളിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി ഇറ്റ്സിലാണ്. ഓക്കെ, നമുക്ക് സ്വാഗതം ചെയ്യാം ഐറിസ് കുട്ടി. ഐറിസ് മോളെ, എന്തോ എന്താണ് തല ഇങ്ങനെ ആട്ടിക്കൊണ്ടുവന്ന്? സാധാരണ നമ്മുടെ സുരേഷ് ജിയാണ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പാട്ടിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. ആ ഒരു സ്റ്റൈൽ എനിക്ക് തോന്നി. ഭയങ്കര ഹാപ്പിയാ. എന്താ കാരണം? അതെന്താ? എന്തായി ഹാപ്പി? നാളെ സൗദി പോവാ. ശരി. സൗദി ആണോടാ അപ്പൊ നിനക്ക് ഇഷ്ടം? അപ്പൊ ഞങ്ങളൊന്നും കാണുന്ന അത്ര ഇഷ്ടമില്ലേ? തിരിച്ചു വരും. പക്ഷെ സൗദിയിലാണ് എല്ലാ ഫ്രണ്ട്സും അല്ലേ? ഫ്രണ്ട്സ് ഉണ്ട്. എന്താ അങ്ങോട്ട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് മാത്രല്ല രമി, നാളെ ഫ്ലൈറ്റിൽ കയറുന്നു, ആ ഫ്ലൈറ്റിൽ കയറി പോവുക, യാത്ര ചെയ്യുക, എന്നിട്ട് അവിടെ ഇറങ്ങുക, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കൂട്ടുകാരെ കാണുക. അതൊരു യാത്രയും. പിന്നെ അച്ഛൻ അവിടെയാന്ന് തോന്നുന്നല്ലേ? എന്റെ പപ്പയെ പപ്പേനെ കണ്ടിട്ട് കുറെ നാളായി. എന്റെ ഫ്രണ്ടിനെയും കാണാം. അതാരാ? ലക്ഷിത. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇന്നിപ്പോ. ഏത് പാട്ടാ നമ്മളെ പാടുന്നത്? ഞാന് പിണക്കമാണോ എന്നോട് എടുക്കമാണോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഡബിൾ ഹാപ്പിയിൽ പാടണേ കേട്ടോ, അത് തകർക്കണം നമുക്ക്. ശ്രീകുട്ടങ്ങൾ പാടിയ പാട്ടാണല്ലോ. ഭയങ്കര രസമാണ് കേട്ടോ ഇത്. മഞ്ചേരി ചേച്ചി പറഞ്ഞാലൊരു എപ്പിസോഡ് പറയാനുള്ള ഒരുപാട് തമാശകൾ ഈ പാട്ടിനകത്തുണ്ട്. അത് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ കുറച്ചായിട്ട് പറയാം. കുറച്ച് തമാശ പാടി കഴിഞ്ഞിട്ട് എന്തായാലും കേൾക്കാം. അനന്തഭദ്രം. അനന്തഭദ്രൻ ഡയറക്ടർ ആരായിരുന്നു? സന്തോഷ്. ഒരു പെട്ടെന്ന് ഒരു ചെറിയ കഥ പറയട്ടെ. ഫ്ലവേഴ്സിന്റെ ഒരു ഇവന്റ് കോഴിക്കോട് നടക്കുമായിരുന്നു. സോഫയിൽ ഇങ്ങനെ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ഇരിക്കുന്നു.
ഞാൻ ചെന്ന് ഹലോ ഹരിഹരൻ സാർ എന്ന് പറഞ്ഞ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒന്നും കൂടെ മുഖത്തോട് നോക്കിയപ്പോ എന്തോ ഒരു മാറ്റം ഹരിഹരൻ സാറിന്. പിന്നെ നോക്കുമ്പോ സന്തോഷ് ശിവനായിരുന്നു പിഷാരടി തൊട്ടടുത്ത്. ഒന്നും പറഞ്ഞില്ലേ? പിന്നെ എന്നെ പറഞ്ഞ് നാറ്റിച്ച് ഫ്ലൈറ്റ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞ ഇനി അറിയാത്ത ആരുമില്ല. അപ്പൊ പിഷാരുടെ ഒരു ഇന്റർവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ അറിയാത്തവരും കൂടെ അറിഞ്ഞു. പിഷാരുടെ എന്തായാലും ഇത് ഇന്റർവ്യൂ പറയും. അപ്പൊ അതിന് മുമ്പ് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം ഇതായിരുന്നു സത്യാവസ്ഥ. കുറച്ച് കഴിഞ്ഞ മുഖത്തോട്ട് നോക്കിയത് ആദ്യം കാലയിലോട്ടാ വീണത്. എല്ലാരും കണ്ടു എന്തായാലും. പിന്നെ അവിടെ ടെലികാസ്റ്റ് ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു. ഇണക്കമാണോ എന്നോട് ഇണക്കമാണോ
വെരി ഗുഡ്. ശബാഷ്, ശബാഷ്, ശബാഷ്. എന്താ പാടി മതിയായില്ലേ? പരിഭവം. ഐറിസ് കുട്ടി എന്തോ കൊള്ളാം, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഇതിനകത്ത് ഈ ഒരു ഭാവം ഈ ശങ്കരാഭരണ രാഗത്തിന്റെ ബേസാണ്. ആ. അപ്പൊ അത് വരുമ്പോ ചില സ്ഥലത്തുള്ള ഈ പരിഭവം ഈ പാട്ടിലുടനീളം ഒരു ഈ രാഗഭാവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്റെ ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ. ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ചെറിയ കാര്യം പറയാം. നമ്മുടെ സന്തോഷ് ശിവൻ, അതായത് ഇദ്ദേഹത്തിന്റെ ഹരിഹരൻ സാർ പറഞ്ഞു, ചേട്ടാ വളരെ ലളിതമായിട്ടുള്ള ഒരു പാട്ട് വേണം. കണ്ണനുണ്ട്, കീബോർഡ്, ബെന്നി, ഇവരൊക്കെയാണ് നമ്മുടെ പഴയ ടീം. വളരെ സിമ്പിളായിട്ട് മണിയമ്പിള്ള രാജുവാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ ചേട്ടന് എത്ര സിമ്പിൾ ചെയ്തിട്ടും ഒരു ഇത് വരുന്നുണ്ട്, എന്താണ് ഒരു ഇത്തിരി ഒരു വെയിറ്റ് വരുന്നുണ്ട്. ചേട്ടൻ പെട്ടെന്ന് ദേഷ്യം വരും. കാരണം ചേട്ടൻ ഒരു ട്യൂൺ ഇട്ടിട്ട് അത് ചേട്ടൻ ഒരുപാട് പടങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഏതെങ്കിലും ഒരു ഡയറക്ടർ പറയാണ് വേറൊരു ട്യൂണും കൂടി ഇടാവോ, ഒരു ട്യൂണും കൂടി ഇടും. അല്ല നമുക്ക് ഒന്നുകൂടെ മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞാല് താൻ അങ്ങോട്ടിരുന്ന് പിടി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വീട്ടിൽ പോകും. അതാണ് ചേട്ടന്റെ ക്യാരക്ടർ. അതാണ് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് 2 ദിവസമായിട്ട് ഇതിന്റെ പാട്ട് ചേട്ടൻ രാത്രി ഏതെങ്കിലും നോക്കും, പിന്നെ പകൽ വന്ന് ചെയ്ത് ഇവര് മാറ്റും പറഞ്ഞിട്ട് ഇനി എന്നെ കൊണ്ട് മാറ്റാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് നീ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഉടനെ സന്തോഷം പറഞ്ഞു, ചേട്ടാ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ തന്നനാനെ ഉണ്ടല്ലോ, അന്ന് ട്യൂണാണല്ലോ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇതിനെന്തോ എഴുതാനാ, ഏതെങ്കിലും നമ്മ ഒരു രാഗത്തിൽ ശങ്കരാഭരണത്തിലും എല്ലാം നോക്കാം എന്ന് പറഞ്ഞിട്ട് പാടി ഇത് കൊള്ളാന്ന്. അങ്ങനെ ചേട്ടൻ ചുമ്മാ കൊഞ്ഞനം കുത്തിയ പാട്ടാണ് ഇത് അവസാനം ശങ്കരാഭരണ രാഗത്തിന്റെ ബേസ് ആയിട്ട് ഇത് എഴുതിയപ്പോ ഉടനെ ഗിരീഷ് അവിടെ ഉണ്ടല്ലോ, ചേട്ടൻ ഉടനെ പറയും ആറ്റിൽ മുങ്ങിക്കിടക്കുക, ഒരു പിടിവള്ളിതാ എന്ന് പറയും. അപ്പൊ ഗിരീഷ് പിണക്കമാണോ എന്നോട് ഇണക്കമാണോ, അടുത്ത് വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാന്ന് തരും. ചേട്ടൻ ആദ്യത്തെ ചെയ്തു, പിന്നെ ഒരൊറ്റ പോക്ക രണ്ടുപേരും കൂടെ ഒരു 2 മണിക്കൂർ കൊണ്ട് പാട്ട് കഴിയും. പാടാൻ എളുപ്പമാണെന്ന് തോന്നും, പാടുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. കവിളിലെ പരിഭവം, അതെ അതെ, അതാണ് എന്റെ ആ ഇതാണ്. ഇണക്കമാണോ എന്നോട് ഇണക്കമാണോ, അവിടെ എല്ലാം ഉണ്ട് മോളെ, എല്ലായിടത്തും ഒരെണ്ണം കൊണ്ട് അദ്ദേഹം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് മോള് ആൾമോസ്റ്റ് നന്നായിട്ട് പാടി. കുറച്ച് ഭാഗങ്ങളാണ് മോക്ക് പോയത്. എന്തായാലും നന്നായിരുന്നു മോളെ. അടുത്ത കഥ പിന്നെ പറയാം. മഞ്ചേരിയുടെ ഒരു കഥയുണ്ട്, അത് പിന്നെ പറയാം. ഐറിസ് കുട്ടി എന്തോ നന്നായിട്ട് പാടി, താങ്ക് യു. ഇഷ്ടായി മധുവങ്കളിന്. താങ്ക് യു. നല്ല കളർ ഉടുപ്പ്, അതും എനിക്ക് ഇഷ്ടായി. താങ്ക് യു. മിഠായി കളർ. അതെ, എനിക്കും തോന്നിയത് മറ്റേ തുടക്കത്തിന്റെ ഹമ്മിങ്ങിലെ അവിടെ എല്ലാം രാഗഭാവം. അതെ, അത് അന്ന് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കണം. പിന്നെ കുറെ കാര്യങ്ങൾ ഇപ്പൊ അങ്കിള് പറഞ്ഞു തന്നില്ലേ, അതൊക്കെ ഉണ്ട് പല സ്ഥലത്തും. മാമഴത്തുള്ളി മാമഴത്തുള്ളി എടുക്കുന്നത് കറക്റ്റ് പോയിന്റ് അല്ലേ? അതെ, മാമഴ കറക്റ്റ് ആയിരിക്കണം. അത് കൃത്യം അതൊരു കൺഫ്യൂഷനിലാ തുടങ്ങിയത്. മോതിരം മാറുമല്ലോ ഉണ്ട് കേട്ടാ, മോതിരം. അതെ, രണ്ടും അതുപോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ സുന്ദരി പെണ്ണാം, അതൊക്കെ ഒന്ന് കുറച്ച് ചേരാനുണ്ട്. ഈ അനുപല്ലവിയുടെയും ചരണത്തിന്റെയും ഫസ്റ്റ് ഹാഫ് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കൂ. കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിന് നന്നായിട്ട് പാടാൻ പറ്റും മോൾക്ക്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാനും ഇതൊക്കെ, അതായത് മാമ്പഴത്തുള്ളികൾ, മോതിരം മാറുവന തുടങ്ങുന്ന അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളെ ഉള്ള ചക്കരെ പരിഭവം ഉണ്ട്, പരിഭവം. അതും കൂടി പെർഫെക്റ്റ് ആക്കാം. മോള് പാടാ, പഠിക്കേ എനിക്കൊന്ന് അവളുടെ പല്ലിന്റെ ഒക്കെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞേ. അത് തന്നെ. മിന്നൽ ചിലമ്പിട്ട് തുള്ളി തുളുമ്പുന്ന തെന്നൽ തിടമ്പുകളെ, അതൊക്കെ നമ്മൾ പറയുമ്പോ എനിക്കൊന്ന് പല്ലിന്റെ ഒക്കെ മോക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ സ്പീഡിൽ പാടാൻ അല്ലേ. എന്നാലും ചക്കര ഇത്ര രസമായിട്ട് പാടിയില്ലേ ഈ കുഞ്ഞു പ്രായത്തില്, ഇത്ര ടഫായിട്ടുള്ള ഒരു പാട്ട്. മിടുക്കി കേട്ടോ, സൂപ്പർ. മോളെ അപ്പൊ ഈ സംഗതികളൊക്കെ ഒന്ന് നോക്കി കേട്ടോ. അടുത്ത പാട്ട് അടിപൊളിയായിട്ട് വരട്ടെ. ബി ഹാപ്പി. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. ആടി ഒരു മണിയമ്പിള്ള പൂക്കുറ്റി.
ഐറിസ് ഹാപ്പി ജേർണി. താങ്ക് യു. ഓക്കെ ഹാപ്പി ജേണി, ബൈ. താങ്ക് യു. ബൈ. അപ്പൊ പോയി വരുമ്പോ മറക്കണ്ട സൗദി സ്പെഷ്യൽ. ഡെയിൻ ചേട്ടാ, ഓ. ഇനി ഫേവറേറ്റ് സൗണ്ടിൽ പാടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള ഒരാളെ വിളിക്കാൻ പോവാണ്. നല്ല വിശ്വസ്തയോടുകൂടി പാട്ട് പാടി കൊടുക്കും അല്ലേ? പാട്ട് പാടാം, ധ്യാനിക്കാം. ആഹാ, ലെറ്റ്സ് വെൽക്കം ധ്യാൻ വിശ്വാസ് ഓൺ സ്റ്റേജ്. ധ്യാൻ കുട്ടാ, എന്തുണ്ട്, സുഖാണോ? ധ്യാൻ ശ്രീനിവാസോ? ധ്യാൻ വിശ്വാസ്. വിശ്വാസം എല്ലാം ഒരു വിശ്വാസം അല്ലേ? എല്ലാവരും വിശ്വാസം. മോൻ ഇങ്ങനെ നടക്കുമ്പോ എന്തോ ചെവിയിൽ എന്തോ ഒരു സാധനം വെച്ചോണ്ടാണല്ലോ നടക്കുന്നത്. എന്തോ അത് എന്താ അത്? സെറ്റ് വെച്ച് നടക്കുന്ന പോലെ നടക്കാം. കാറ്റടിക്കാതിരിക്കാൻ അല്ലേ? തണുപ്പടിക്കാതിരിക്കും. പാടുമ്പോഴും വേണോ അത്? ഇല്ല, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല. ഓക്കേ. അല്ല, എനിക്ക് കാണാൻ വയ്യ പ്രശ്നം. അല്ല, ആ സൈഡ് കാണാൻ വയ്യ. മാറ്റാറായോ? എനിക്ക് വേറൊരു പരാതി ഉണ്ട്. മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തായിരുന്നു എം ജി സാറ്. ഞാൻ ഹോസ്റ്റ് ചെയ്തായിരുന്നു, മതിച്ചാട്ടൻ ജഡ്ജായിരുന്നു. അവിടെ മ്യൂസിക് വൈഫ് ആയിട്ടുള്ള എല്ലാവരുടെ കമ്മലിന്റെ നിറം പോലും അവിടെ ഇരുന്ന് കണ്ടുപിടിക്കുന്ന ആളാ. അതെ, ഇവിടെ ഇപ്പഴും പിള്ളേരുടെ ഒന്നുകൂടെ പറഞ്ഞു എന്തൊരു സുഖം നിറം കേൾക്കാൻ. പോലും കണ്ടുപിടിക്കുന്ന ആളാണ്. ഇപ്പോ ഇവിടെ വരുന്ന പിള്ളേരുടെ ചെവിയിൽ എന്തുണ്ടെന്ന് പോലും കാണാൻ സാധിക്കുന്നില്ല. ചെവിയിലല്ലേ പോലും കണ്ടുപിടിക്കാത്തോണ്ടല്ല. ഹെഡ്ഫോൺ ഉണ്ടോ അവന്റെ ചെവിയിൽ? കാണാത്തോണ്ട് ആ കുട്ടി ഇപ്പഴാ കുറച്ചു നേരം മുമ്പ് ഇങ്ങോട്ട് തിരിഞ്ഞത്. അപ്പോഴാണ് ആ ചെവി കാണുന്നത് ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ഒരു ചെവിയിൽ മാത്രം എന്നാ. അതെ, ഞാൻ വിശ്വസിച്ചു, പക്ഷെ പ്രേക്ഷകർ വിശ്വസിക്കില്ല. മറ്റേ പല്ലിലെ കമ്പിയൊക്കെ എടുത്തു കളഞ്ഞ. മക്കളെ, നന്നായിട്ട് എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അറ്റത്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പാടിക്കണം. ഏത് പാട്ടാ പാടുന്നത്? ആകാശമാകെ. അയ്യോ, എന്റെ ഫേവററ്റ് സോങ് ആകാശമാകെ എന്ന ആ പാട്ട് ഇങ്ങനെ മനസ്സിലോട്ട് വരുമ്പം നമുക്ക് പെട്ടെന്ന് ഓടി വരുന്ന 3-4 പേരാണ്. ഒന്ന് പത്മരാജൻ ചേട്ടൻ, ഒന്ന് മോഹൻലാൽ, ഒന്ന് ഷാരി, പിന്നെ നമ്മുടെ ജോൺ ചേട്ടൻ, ഒ എൻ വി സാർ. ആഹാ, സൂപ്പർ സോങ്. ഒരു ടേക്ക് ഓഫ് ഉണ്ടല്ലോ ആ പാട്ടിന്. ആകാശമാകെ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ആകാശത്തെത്തിയ പോലെ നമ്മളൊരു നല്ല ഒരു ആകാശ വിശാലമായ, അതെ, ഒരു വിശാലത തോന്നിക്കും. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അപ്പൊ ഇതിന് ത്രോ വേണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പം ആകാശമാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവില്ല. നീ ഇവിടെ കിടക്കും താഴെ. ഇങ്ങനെ ആകാശമാകെ കണിമല്. ആഹാ, ദാസേട്ടൻ ശബ്ദം കൂടെ ആയപ്പോഴത്തേക്ക് ഒരു അതെ. സിനിമ പറഞ്ഞില്ല, സിനിമ പറഞ്ഞു. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. Yes. വർഷം 1986. പ്രൊഡ്യൂസർ മണി മല്യത്ത് എന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ള പറയാത്തതൊക്കെ ഫുള്ള് ധ്യാൻകുട്ടൻ പറഞ്ഞു. ഫില്ല് ചെയ്ത് ഒന്നും റിപ്പീറ്റ് ആക്കിയില്ല. നല്ല മിടുക്കനാട്ടോ. യെസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു. പോൽ വരൂ
ലാ 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 ലാ. ആഹാ. ധ്യാൻകുട്ടാ എന്തോ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സർ. ഞാനൊരു വലിയ നമസ്കാരം ടോപ്പ് ബാൻഡിന്. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് എങ്ങനെയാണോ റെക്കോർഡ് അത് ശരിക്കും ലൈവായിട്ട് കേട്ടാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു സുഖം ഒരു പക്ഷേ നിങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ഈ പെട്ടിയിലൂടെ അല്ലേ കേൾക്കുന്നത്, അപ്പൊ അത്ര കിട്ടത്തുള്ളൂ. ഇവിടെ ഈ ലൈവായിട്ട് ഇവർ വായിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് എന്താ പടം. നല്ലൊരു പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് 2-3 സ്ഥലങ്ങളാണ് ആ കുളിരായി വാ എന്നുള്ള സംഗതി ഉണ്ടല്ലോ, ആ അതൊന്ന് പെർഫെക്റ്റ് ആക്കണം. പിന്നെ വെൺപട്ട് നൂലിന് അവിടെ എത്തിയില്ല. ആ പിന്നെ തൂകും കാവേരി നീ സെയിം പോർഷൻ തന്നെ, അതൊന്ന് പാടി നോക്കിയേ ഒന്ന്. ഇനിയിപ്പോ കിട്ടുമെന്ന് നോക്കി. വയണകൾ കദളികൾ ചാർത്തും ചാർത്തും കുളിരായി വാ. ആ ആ അത് ആർട്ടിഫിഷ്യലും ആവരുത്, നമ്മൾ അതിൽ പാടുന്നത് പോലെ തോന്നുകയരുത്. ആ സംഗതി ഇങ്ങനെ മണിമണി പോലെ ഇങ്ങനെ മുന്തിരിങ്ങ പോലെ ഇങ്ങനെ കിടക്കണം. ആ പടം മുഴുവൻ അറിയാമല്ലോ, മുഴുവൻ മുന്തിരിത്തോപ്പാണ്. ഇതിന്റെ റീ റെക്കോർഡിംഗ് ആണ്. ആ പടത്തിന്റെ മൊത്തം റീ റെക്കോർഡിങ് കേൾക്കണം മോനെ. ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഒന്നുകൂടെ കേൾക്കുന്ന വിരോധമില്ലല്ലോ. സന്തോഷം. നമുക്ക് മുന്തിരിത്തോപ്പുകളിൽ പോയി രാപ്പാർക്കാം. ആഹാ. ആഹാ. അതാണ്. ആഹാ. സൂപ്പർ സൂപ്പർ. സത്യം എന്റെ ഇവിടെ എല്ലാം എണ്ണിട്ട് ഇനി പോവാൻ സ്ഥലമില്ല കേട്ടോ. ഈ മ്യൂസിക് എപ്പോ കേട്ടാലും അല്ലേ ഒരു അതെ, അതെ, അതെ. വല്ലാത്തൊരു ആ feel ആ. സിനിമ ശരിക്കും, ഇവിടെ അതെ, അതെ, അതെ. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഓ, അതെ അതെ അതെ. എന്തിനാ അങ്ങനെ ഒരു കാണണമെന്നില്ല. തീരാ അതെ നഷ്ടമാ നമ്മുടെ ജോൺസൺ. ഇതൊക്കെ ചെയ്യുന്ന കാണണം കേട്ടോ. അതായത് സ്പോട്ടിലാണ് ചെയ്യുന്നത്, അല്ലാതെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വരുന്നൊന്നുമല്ല. ഇവിടെ ഓരോരുത്തർ കുത്തിയിരുന്ന് എഴുതി ഗ്രന്ഥം പോലെ എഴുതി ബുക്കൊക്കെ ആക്കി ഇതെടുത്ത് കട്ടത്തി വെച്ച് ആ പേപ്പർ അവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ടാണ് സ്റ്റുഡിയോയിൽ പോണേ. ഇത് അങ്ങനൊന്നുമല്ല. ഇത് വെറുതെ വരും, അവിടെ ഇരിക്കും ഹാർമോണിയത്തിൽ. അപ്പം തന്നെ ഓരോ നോട്ട്സ്, വയലിൻസ് വന്ന് അവിടെ ഫ്രണ്ടിൽ കാണും. അതിൻ്റെ വയലിൻസിൻ്റെ ലീഡ് വായിക്കുന്ന ആൾ കാണും. അദ്ദേഹത്തിന് ഒരു നോട്ടേഷൻ കൊടുക്കും, ഫ്ലൂട്ടിന് കൊടുക്കും, കീബോർഡിന് കൊടുക്കും, ബാക്കി എല്ലാവർക്കും കൊടുക്കും. റീലിടും. റീലിൽ ഒരു 3 റൗണ്ട് വരുമ്പോഴാണ് എൻഡ്, 3 എക്സ് വരുമ്പോഴാണ് സ്റ്റാർട്ട്. അത് നമ്മൾ ആദ്യമേ ഡയറക്റ്റ് മാർക്ക് ചെയ്യും. അപ്പോൾ ഈ ഇങ്ങനെ റീൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തെ ടിക് 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 എന്ന് വരുമ്പോൾ ടിങ് 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 ഈ മ്യൂസിക് തുടങ്ങി കറക്റ്റായിട്ട് ഈ 000 വരുമ്പോൾ അത് എൻഡ് ചെയ്തിരിക്കും. അതിൻ്റെ ടൈമിങ്, അത് ഡ്യൂറേഷൻ എത്രയാണ്, അതിനകത്ത് നിർത്തിക്കൊണ്ടാണ് ഈ മെലഡി ചെയ്യുന്നത്. ഗ്രേറ്റ്. ഓ അതെ. എന്നെ നന്നായിട്ട് പാടി മോനെ. താങ്ക് യു സർ. ധ്യാൻ എന്തോ നന്നായിട്ട് പാടി, താങ്ക് യു സർ. വളരെ നന്നായിട്ട് പാടി. ചില സ്ഥലത്ത് പെർഫെക്ഷൻ വേണം, അത് അങ്കിൾ പറഞ്ഞു, ഓൾറെഡി സംസാരിച്ചു. മോൻ്റെ കുറച്ച് ഹസ്കി വോയിസ് ആണ്. ചില ലൈനൊക്കെ പാടുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ. ഇപ്പൊ ആകാശമാകെ എന്നൊക്കെ പാടുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വേണം, എന്നാലാണ് അതിന്റെ ആ ഫീൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ അത് ഫസ്റ്റ് പല്ലവിയില് ആകാശമാകെ കണിമല അതെ കതിരുമായി, അതല്ലേ? ആകാശമാകെ കണിമല കണിമല കതിരുമായി, കണിമല. എന്തൊരു അവിടെ ഒരു വ്യത്യാസം ഉണ്ട് മോൻ പറഞ്ഞത്.
മല അവിടെ ഒരു ചെറിയ കണിമലർ ല, ല. കണിമലർ കതിരുമായി. കണിമലർ കതിരുമായി. അതാണ് സംഭവം, പക്ഷെ തോന്നിപ്പിക്കരുത്. ഒരു വ്യത്യാസം ഉണ്ട്. അത് മോനൊന്ന് ഒന്നുകൂടി ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടാ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. റിമു കുട്ടാ നന്നായി പാടി കേട്ടോ. താങ്ക് യു. ഇത്ര നല്ലൊരു സോങ് സെലക്ഷൻ, അതിന് തന്നെ പോയി മാർക്ക് പോയെന്നല്ല, മാർക്ക് വീണു. ചക്കരെ നല്ലൊരു പാട്ട് കേൾക്കാൻ പറ്റിയതിൽ സന്തോഷം. കാരണം മോൻ ദാസാർ പാടി വെച്ചേക്കുന്ന എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. എന്നാലും മോന്റെ കുഞ്ഞു ശബ്ദത്തില് ഇത്ര സ്വീറ്റ് ആയിട്ട് പാടിയില്ലോ അല്ലേ? മോനെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ശ്രമിക്കുമല്ലോ, അല്ലാണ്ട് ഉഴപ്പി പഠിക്കാണ്ടൊന്നും അല്ല വന്നേക്കുന്നത്. ധ്യാൻകുട്ടൻ നല്ല മോനാ, സ്കൂളിലും പഠിക്കും, ഈ പാട്ടും എപ്പോഴും ഇരുന്ന്. വേറെ അവന് കളി കാര്യങ്ങള് ഇതൊന്നും ചോദിച്ചു നോക്കി. ഞാൻ അറിഞ്ഞ ശരിയാണ്, അവന്റെ ശരിയാണോ? അത്ര നല്ലവനല്ലെന്ന്. ഞാൻ നല്ലവനായ ഒരു ഉണ്ണി അല്ല ചേച്ചി, എന്നെ പറ്റി അല്ല കേട്ടോ. അങ്ങനെയാണോ? അങ്ങനല്ല. പക്ഷെ നല്ല മോനാന്ന് എല്ലാരും ഇവിടെ പറയണുണ്ട് കേട്ടാ. ഓക്കെ മോനെ, അടുത്ത പ്രാവശ്യം നമ്മൾ തകർക്കുന്നു, ഇതും തകർത്തു. ഓക്കെ, നല്ല പാട്ട്, നന്നായി പാടി. താങ്ക് യു. ഓക്കേ. ഓക്കേ. ഞാൻ MG സാറിന്റെയും റിമി ചേച്ചിയുടെ ഒരു വരച്ച പടം കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? ഓഹോ. ആഹാ. അപ്പൊ ഞാനോ? ഇന്ന് ഇവിടെ ആരാന്ന് അറിയില്ലല്ലോ. മോൻ വരച്ചതാണോ? ആ അതെ. ഈ പെയിന്റ് ഇത് വരയ്ക്കുമല്ലേ? വരയ്ക്കോ? ആ അച്ഛൻ ഡ്രോയിങ് ടീച്ചറൊക്കെ ഉണ്ട്. ഡ്രോയിങ് ടീച്ചറാ? ആഹാ. ശരി ശരി. നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരാമോ? ഓ വരാലോ. അപ്പോ ധ്യാൻകുട്ടൻ വരച്ച ചിത്രങ്ങളാണ് രണ്ടും. ഒന്ന് MG സാറിനും ഒന്ന് റിമു. ഇതെന്റെയാണെന്ന് എങ്ങനെ അറിയാം? അതിന് ഈ MG പേര് എഴുതി സാർ. വെച്ചിട്ടുണ്ട്. ഇതെന്റെയാണെന്ന് അറിയാം. അവിടെയും പേരുണ്ട്. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം. ആകാംക്ഷഭരിതരായി തുറക്കുന്നവർക്ക് പ്രേക്ഷകരെല്ലാവരും ആദ്യം കാത്തിരിക്കുന്നു. സമ്മാനം. ഓക്കെ ഓക്കെ. രണ്ടുപേരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ MG സാറിന്റെ ചിത്രം വെരി ഗുഡ്, വെരി ഗുഡ്. കലക്കി. അമ്പോ, നേരിട്ട് കാണുന്നതിലും ഭംഗി. എടാ, എനിക്ക് ഒത്തിരി ഫോട്ടോസ് ഇങ്ങനെ കിട്ടാറുണ്ട്. പക്ഷെ ഈ ഫോട്ടോയില് എനിക്കറിയില്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ജീവനുണ്ട് ഇതിന്റെ അകത്ത്. എന്തോ ഒരു രസമുണ്ട്, ആ കണ്ണിന്റെ ഭാഗത്തൊക്കെ ഒരു രസമുണ്ട്. MG ഞാൻ സാർ ഇങ്ങനെ കണ്ടിട്ടില്ല. MG സാറിന്റെ മുഖത്തൊരു പുച്ഛം. വരയ്ക്കുമ്പോ തന്നെ ധ്യാനെ പുച്ഛിച്ച് നോക്കുന്ന പോലെ. ഭയങ്കര ഇഷ്ടപ്പെട്ടരാ. താങ്ക് യു. അപ്പൊ മക്കളെ, സോ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. ആകാശമാകെ ആദ്യ ഒരു ധ്യാൻ കുക്കുറ്റി. താങ്ക് യു സർ. And thank you so much for the excellent picture. അപ്പോ താങ്ക് യു സോ മച്ച് ജഡ്ജസ്, പ്ലീസ്. കരിമല കതിരുമായി. എനിക്ക് തോന്നി ഇപ്പൊ വരും. MG സാറേ, ഇപ്പൊ നമ്മള് പ്രിയദർശൻ സാറിന്റെ മൂവിയിലെ ഒരു പാട്ടാണ് ഇപ്പൊ കേട്ടത്. സാറ് മ്യൂസിക് ചെയ്തു, റിമു പാടിയ പാട്ട് ഇപ്പൊ നമ്മൾ കേട്ടു. അടിപൊളി പാട്ടുകളാണ്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, കുറെ നാളായിട്ടുള്ള ഡൗട്ടാണ് അത്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ ചോദിക്കും, ഈ കാക്കക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, അതിൽ സാറാണ് മ്യൂസിക് ചെയ്തതെന്ന് ഇങ്ങനെ ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട് പുറത്ത്. ഞാനത് വിശ്വസിക്കുന്നു. പക്ഷെ പേര് വന്നിരിക്കുന്നത് ഒരു ബംഗാളി. അല്ലല്ല, ആ. ദീപൻ ചാറ്റർജി എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫേമസ് റെക്കോർഡിസ്റ്റ് ആണ്. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന് ഈ ബംഗാളി സോങ്സ് നല്ല പരിചയമുണ്ട്. കാരണം ഹി വാസ് എ ചീഫ് എഞ്ചിനീയർ ഓക്കെ. ഓഫ് പ്രിയദർശൻസ് 4 ഫ്രെയിം സ്റ്റുഡിയോ. ഓക്കെ. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നപ്പോ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ഇങ്ങനെ പാടും. ആ സമയത്ത് ഇതുപോലെ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ എന്റെ ചാൻസസ് നഷ്ടപ്പെടും. വളരെ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്, സത്യസന്ധമായിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കോമ്പിനേഷനിൽ, ഒരു കോംബോയില് എനിക്കൊരു 3-4 പാട്ട് ചെയ്തു തരാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ അടുത്തടുത്താണ് താമസിക്കുന്നത്. ഈ വള്ളുവർക്കോട്ടം, അതുപോലെ തന്നെ കോടമ്പക്കം, അതൊക്കെ അടുത്തടുത്താണ്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ലഹരിയോടുകൂടി ഞാൻ ഇരിക്കും. ആര്? നമ്മുടെ ദീപൻ സാർ. എന്നിട്ട് പഴയ ബംഗാളി സോങ്സ്, സെൽദയുടെ സോങ്സ് നമ്മൾ കേൾക്കാത്തും അല്ലാതെ ഉള്ള സോങ്സ് ഒക്കെ പാടുമ്പോഴത്തേക്ക്
ഞാനും അതിനെ ഒന്ന് ഇമ്പ്രവൈസ് ചെയ്യാൻ നിൽക്കും. ആ. അപ്പൊ അങ്ങനെ ഇമ്പ്രവൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല നല്ല ഏതെങ്കിലും ഒക്കെ ഒരു പല്ലവി വരുമ്പോൾ പെട്ടെന്ന് അത് റെക്കോർഡ് ചെയ്യും. ചെറിയ ടേപ്പ് റെക്കോർഡ് ഉണ്ടല്ലോ, ഓക്കെ. അതിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ പിറ്റേ ദിവസം അത് കേൾക്കുമ്പോൾ പറയാ ഇത് കൊള്ളൂല, കുളം എന്ന് പറയും. അപ്പൊ അങ്ങനെ കുറേ ദിവസങ്ങൾ പോകുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും എന്താണ് കിട്ടുന്ന ചില പാട്ടുകൾ അത് നമ്മൾ സിനിമയിലോട്ട് മാറ്റുകയും അങ്ങനെ അത് വരികയും ചെയ്യും. അത് അതിനകത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻ നന്നായിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും ഉണ്ട്. ഇപ്പൊ എനിക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ എൻ്റെ ഒരു 200 crore ഒരു പടം ഇപ്പം തുടങ്ങുകയാണ് അക്ഷയ് കുമാറിനെ വെച്ചിട്ട്. അതിനകത്ത് ഏകദേശം 10 പാട്ടോളം ഉണ്ട്. ഞാനല്ല പാടുന്ന കേട്ടോ. പക്ഷെ അതിന്റെ മ്യൂസിക് ഡയറക്ടർ പ്രീതമാണ്. അതൊരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ബേസ്ഡ് കഥയാണ്. പക്ഷെ എന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഒരു എന്താണ് അസിസ്റ്റൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചെല്ലണം എന്ന് പറഞ്ഞു. ബോംബെയില് മ്യൂസിക്കൽ ഹെൽപ്പ് ചെയ്യാനാണോ? അത് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കമ്പോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഇംപ്രവൈസ് ചെയ്യും, അവിടെ അദ്ദേഹം ചെയ്യും, അദ്ദേഹത്തിന്റെ ഗുരു ഉണ്ട്, അവര് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും കുറെ നല്ല കാര്യങ്ങൾ കിട്ടും. എല്ലാം നമുക്ക് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്ന കൂട്ടായ്മയെന്നാണ്. അല്ലാതെ നമ്മളൊരു തന്നെത്താനെ ഞാനിത് ചെയ്യും അത് ഹിറ്റാവും എന്ന് വിചാരിച്ച കാര്യമില്ല. പ്രിയന്റെ എല്ലാ പടങ്ങളിലും ഒരു കൂട്ടായ്മയുണ്ട്. അതായിരിക്കണം ആ പടങ്ങളുടെ വിജയവും പാട്ടിന്റെ വിജയവും. പക്ഷെ ഈ ഒരു ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു. എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇങ്ങനെ കേട്ടിട്ടുണ്ട് സാറാണ് ചെയ്തത് പക്ഷെ പേര് വേറെ ഒരാളുടെ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഡൗട്ട് അങ്ങ് തീർന്നു. പണ്ട് നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എല്ലാവരും വരും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ സുഹൃത്തുക്കളും വരും. എന്നിട്ട് കൂട്ടമായിട്ടിരുന്നാണ് നമ്മൾ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏതിൻ്റെങ്കിലും ഒക്കെ ഒരു ചായ വരുമ്പോഴത്തേക്ക് ഒരാൾ പറയും അയ്യോ ഇത് മറ്റേ പാട്ടിന് ചായ ഉണ്ടെന്ന് പറയും. അപ്പം പ്രിയം പറയും അത് ചായ ഒക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല എനിക്കിത് മതി എന്ന് പറയും. അങ്ങനെ വെട്ടുപോയിട്ടുണ്ട് മാധവേട്ടൻ എന്നും. അത് ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ ആ കാസറ്റ് കൊണ്ട് അമർഡ്രൈവിൻ്റെ കൊണ്ട് കേൾപ്പിച്ചു ഇത് മതി എന്ന് പറഞ്ഞു. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഞാനാ. പിന്നെ നാട്ടുകാർ എടുത്ത് വെച്ച കൊണ്ടു അതിന്റെ പല്ലവി മാത്രമേ എടുത്തു. നമുക്ക് പാട്ട് കേട്ടാലോ? പാട്ട് കേൾക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മത്സരം തുടരാം. പിന്നെ ഒരു ലിറ്റിൽ ഏഞ്ചലാണ് വരുന്നത്. ആള് ഒരു നാണം കുടുങ്ങിയാണ്. ഈ ശ്രേഷ്ഠമായ വേദിയിലേക്ക് കടന്നു വരുന്നു ശ്രേഷ്ഠ കുട്ടി. ഇതാര ചിറകൊക്കെ വെച്ചിട്ട് പൂമ്പാറ്റ പോലെയുണ്ട്. പൂമ്പാറ്റ. അയ്യോ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി ഉടുപ്പ്. മുള്ളൂട്ടി എവിടെ ആയിരുന്നു? കണ്ടില്ലല്ലോ. ഇത്രയും ദിവസം എനിക്ക് വയ്യായിരുന്നു. ഇപ്പൊ റെഡിയായി അല്ലേ? ഓക്കെ ആയോ? ഇപ്പൊ കുറച്ചൊക്കെ റെഡിയായി. റെഡിയായി അല്ലേ? കുറച്ച് മതി മോളെ. മോള് കൊച്ചല്ലേ? അതെ. മോടെ ഇന്ന് നമ്മളിപ്പം എസ് ജാനകിയമ്മ പാടുന്ന പോലെ പ്രതീക്ഷിക്കില്ലല്ലോ. കൊച്ചുകുട്ടി പാടുന്ന പോലെ പാടിയാൽ മതി. ഏത് പാട്ടാ പാടുന്നത്? കുന്നിമണി ചെപ്പ് തുറന്ന്. ഓ അതെങ്ങനെയാ? കുന്നിമണി ചെപ്പ് തുറന്ന്. ഈ പാട്ടല്ലേ? അയ്യോ എനിക്ക് ആ ഉടുപ്പിന്ന് കണ്ണെടുക്കാൻ ഈ ഹെയർ സ്റ്റൈൽ കണ്ടോ? മാമാട്ടിക്കുട്ടിയമ്മ ഇത്. മാമാട്ടിക്കുട്ടിയമ്മ അല്ലേ? മാമാട്ടിക്കുട്ടിയമ്മേനെ അറിയോ? കണ്ടിട്ടുണ്ടോ മാമാട്ടിക്കുട്ടി സിനിമ? സിനിമ കണ്ടിട്ടില്ല. ഇപ്പൊ വയ്യേക്കല്ലോ ഓക്കെ ആയോടാ ചേക്കരെ? നിങ്ങളൊന്നും അന്വേഷിച്ചില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാ പറഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാം മാറില്ല അല്ലേ? സൂപ്പറായിട്ട് പാടണേ. ഉഷാറായില്ലേ ഇപ്പോ? തുടങ്ങാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. All the best. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ.
nice, വെരി nice, ഗുഡ് വെരി ഗുഡ്. അടിച്ച് പൊളിച്ച്. സുന്ദരിക്കുട്ടി അടിച്ച് പൊളിച്ച്. പിന്നെ ഓഹോ. അല്ല ഞാൻ സാറ് ചായ കുടിച്ചു കഴിഞ്ഞാ? ചായ കുടിച്ചായിരുന്നു. ചായ കുടിച്ചു. കുടിച്ചോ? കുടിച്ചു. ഞങ്ങൾ എല്ലാരും ചായ കുടിച്ചു. സെയിം ബെഞ്ച് അല്ലേ? സുന്ദരിക്കുട്ടി അടിച്ച് പൊളിച്ച്. അടിച്ച് പൊളിച്ച് കേട്ടോ. നല്ല രസമായിരുന്നു. ഞാൻ മോക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അയ്യോ എവിടെങ്കിലും ഒക്കെ പോവോന്ന്. യഥാ ശബ്ദം അതെ, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല തുറന്ന് പാടി മോള്. പച്ചങ്ങ അലക്കരുതല്ലേ? ഒരൊറ്റ അലക്ക അങ്ങടെ അലക്കിയത്. അതെ. പിടിച്ചോ നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞോണ്ട്. കുന്നിമണി ചെപ്പല്ല, ഇനി എന്ത് ചെപ്പ് വേണേ പിടിച്ചോളാം. അതെ. ജോൺസേട്ടന്റെ ഒരു സൂപ്പർ പാട്ട് ONV സാറിന്റെ ആണ്. നല്ല പടം പൊന്മുട്ടയിടുന്ന താറാവ്. അതിനകത്ത് വേറൊരു പാട്ടുണ്ടല്ലോ, എന്താണ്? തീയിലൊരുക്കി ഹൃത്തകിടാക്കി തീയിലൊരുക്കി ഹൃത്തകിടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏതു പൊന്നിന്റെ തട്ടാരേ ഏതു പൊന്ന് ഏതു പൊന്ന് ഏതു പൊന്ന് ഏതു പൊന്ന് തീയിലൊരുക്കി ഹൃത്തകിടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏതു പൊന്നിന്റെ തട്ടാരേ ഏതു പൊന്ന് ഏതു പൊന്ന് ഏതു പൊന്ന് ഏതു പൊന്ന്. ഇതാണ് പൊന്ന്. പൊന്നുമോക്ക് വേണ്ടി ഒരു പാട്ട്. അതെ. ശ്രേഷ്ഠ കുട്ടി, എനിക്കും ആ ഉടുപ്പ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടായി. ആ പാട്ടാണെങ്കിലോ അതിലും കലക്കി, അടിപൊളി. താങ്ക് യു. നമ്മളൊക്കെ വിചാരിച്ചു ശബ്ദം സുഖമില്ല അല്ലേ? ഇതൊന്നും പറയരുത് കേട്ടോ അതെ ആരോടും. അതെ അതെ, ശബ്ദം സുഖമില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതെ, അസലായിട്ട് പാടിയല്ലോ, നല്ല എനർജിയിൽ പാടിയല്ലോ. ആ അതെല്ലാം ലിറിക്സ് ഒക്കെ എന്റെ അതെ, കാണാപ്പാടം പഠിച്ച്. പടുകട്ടി ലിറിക്സ്, ONV സാറിന്റെ ലിറിക്സ് എല്ലാം പാടി ഒരു പാവക്കുട്ടി. അതെ, ഡോറ. ഡോറ ഡോറ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ടോ, സൂപ്പർ ഉമ്മ. ഞങ്ങളെ എനിക്ക് ഫിഷ് ഫ്രൈ തരാന്ന് പറഞ്ഞ പറഞ്ഞായിരുന്നല്ലേ? ഞാൻ ഓർക്കുന്നു. എന്നാ മോളെ? ഒരു മീന് ഡേഞ്ചറിന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തില്ലേ? ആ മീൻ കഴിക്കണ്ട, ഞാൻ ഓർക്കുന്നു. ആ ശരി. അപ്പൊ ഫിഷ് ഫ്രൈ തരാന്ന് പറഞ്ഞു. തരാം 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 കാരണം തരാം. MG അങ്കിളുടെ വീട് തന്നെ ഒരു എന്താ പറയാ പ്ലെയിൻ ഒക്കെ വന്നിപ്പോ ലാൻഡ് ചെയ്യും അവിടെ. പ്ലെയിൻ കൂടെ ബോട്ടുണ്ട്, ബോട്ട് ഓൾറെഡി വെള്ളത്തിലുണ്ടല്ലോ. പക്ഷെ ഇതിപ്പോ ഫസ്റ്റ് ടൈം കൊച്ചിയിൽ സീ പ്ലെയിൻ വന്നിരിക്കുക. അവിടെ നേരെ മൂന്നാർക്ക് പോവാ. 25 മിനിറ്റേ ഉള്ളൂ. 25 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും പബ്ലിക്കിനെല്ലാം പോവാൻ തോന്നി. ഇപ്പൊ ന്യൂസിൽ കണ്ടായിരുന്നു. അങ്ങനെ സീ പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്ന വീടിന്റെ ഫ്രണ്ടില് അവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് മീൻ പിടിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ കഴിക്കുന്നത്. അപ്പൊ ഫിഷ് ഫ്രൈ. അതെ, മീൻ ഇഷ്ടം പോലെ കിട്ടും. ആണോ? ആ കിട്ടും. പക്ഷെ മെനക്കേടല്ലേ ഇത്? എന്ത് മെനക്കേട്? കാരണം അവിടെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പൊ എന്ത് പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എന്റെ വീടും കൂടെ കാണിക്കുന്ന ഉൾപ്പെടെയാ ഇവര് ഇറക്കുന്നത്. പിന്നെ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരാ പറയുന്നത്. ആ സമയത്ത് ഒരു കാവ്യം കൊണ്ട് മടക്കി കുത്തിയിട്ട് ഇവനാണ് അത് മൊത്തം ഡീറ്റെയിൽ പറയും അതിനകത്ത്. ഇതാണ് ഇന്നാരുടെ വീട്, ഇത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണിക്കുന്ന ആൾക്കാര് ഡീറ്റെയിൽ മൊത്തം പറഞ്ഞിട്ടാ പോണം. അപ്പം അവിടുന്ന് ഇത് വരുമ്പോ ഞാൻ ചൂണ്ട വെച്ചിട്ട് പോവും. മീന് അവിടെ അപ്പൊ ഒരു ഫിഷ് ഫ്രൈ കൊണ്ടുതരാം. ചൂണ്ടയിട്ട ഉടനെ കിട്ടും. ഇനി മോള് വരുന്ന ആ എപ്പിസോഡിൽ ഒരു കരിമീൻ ഇങ്ങനെ ഫ്രണ്ടില് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ചൂടായിട്ട് ആവി പറക്കണ കരിമീൻ ഫ്രൈ. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ കരിമീൻ പൂക്കുറ്റി. ഓർത്തിരിക്കുന്നുണ്ട്. വേറെ വിശേഷങ്ങൾ ചോദിച്ചതൊന്നും മറുപടിയില്ല, മീൻ വറുത്തത് മാത്രം ഓർമ്മയുണ്ട്. നമ്മളെ പോലെ കുറെ കാര്യങ്ങളൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡ് വരെ ഇനി കരിമീൻ മാത്രമേ. അതെ, നമ്മള് തന്നെ ചൂണ്ടിട്ട് പിടിച്ച് വറക്കുന്നതിനൊക്കെ പ്രത്യേക ഒരു സുഖം. ഇനിയിപ്പോ കൊച്ചു പാട്ട് പഠിക്കാൻ ഗ്രൂമേഴ്സ് പഠിപ്പിക്കും. പിന്നെ അമ്മ ആരാ പഠിപ്പിക്കണ? വീട്ടിലാരും പഠിപ്പിക്കണ്ട? വീട്ടില് അച്ഛൻ പഠിപ്പിക്കും. അച്ഛനൊക്കെ പഠിപ്പിച്ചു. അടുത്ത പാട്ട് പഠിപ്പിക്കുമ്പോ ചോദിക്കും, അച്ഛാ MG സാറ് കരിമീൻ കൊണ്ടുവരുമോ?
ഓ, എനിക്ക് ഏറ്റവും സന്തോഷം ഈ മോള് പാടുമ്പോ ഈ സൈഡിലോട്ടൊന്ന് നോക്കിയേ, മറ്റേ 100 എന്താ വിട്ട പോലെ 3 പേരും കൂടെ നമ്മളെ നോക്കി ഒരു ചിരിയുടെ ആ ചിരി നിങ്ങൾ വേണം ഇപ്പൊ ഒപ്പിയെടുത്തു കണ്ടാ. ചേച്ചി അച്ഛൻ അമ്മ ആരുടെ നോക്കണോന്ന് എനിക്കറിയത്തില്ല. ശ്രേഷ്ഠയുടെ പാട്ട് കേൾക്കുമ്പോ ഫാമിലി മൊത്തം അത്രയധികം എൻജോയ് കാണുന്നത്. സന്തോഷം വേണോ ഇങ്ങോട്ട് നോക്കിയോളൂ. അതെ. അതായത് ശ്രേഷ്ഠയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയ പോലും അവരുടെ മുഖത്തൊരു സന്തോഷമാണ്. അത് സത്യം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കരിമീൻ. ഓക്കെ ഓക്കെ, ബൈ. ഹൈ ഫൈ. മിനുട്ടി, എന്തോ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടൈം ആണ്. ആണ്. ഇനി ഓഡിയൻസ് ചോയ്സിലാണ് നമ്മുടെ ഇനി ഒരു കുട്ടി സുന്ദരി ഇവിടെ പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം സെബക്കുട്ടി ഓൺ സ്റ്റേജ്. സുഖാണോ? ആ സുഖാണ്. സെബാ മൂൺ. അപ്പൊ ഈ മൂണെന്ന് പറഞ്ഞ എന്താ മോളെ? മൂൺ ചന്ദ്രൻ അച്ഛന്റെ പേരിട്ടാണ്? അല്ല, അച്ഛന്റെ പേര് ചന്ദൻ. ഇവിടെ സ്ഥലം കിട്ടാത്തോണ്ട് ചന്ദ്രനിൽ വാങ്ങിക്കാം. അല്ല. മോളുടെ പേരില്. ശരി, സെബാമൂണിന്റെ ബാക്കിയുണ്ടോ? ഇല്ല, സെബാമൂൺ. ആ സെബാമു. സെബാമു, അതെന്നാ അത്രേ ഉള്ളൂ. അങ്ങനെ ഇട്ട് അങ്ങനെ ഒരു വെറൈറ്റി പേര് അല്ലേ? ഞാൻ ജനിച്ചപ്പോ ഒരു മറുകുണ്ടായിരുന്നാ പറയണേ. അത് കണ്ടപ്പോ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ അത് കണ്ടപ്പോ അങ്ങനെ Season 2 മൂൺ പോലെയായിരുന്നു. മുഖത്തായിരുന്നു? ആ നെറ്റിയില്? അല്ല, ഇവിടെ കവിളില്? ഓക്കെ. അപ്പൊ അത് പോയി അല്ലേ? പോയി. ശ്രീധരൻ കാണാത്ത. ആണോ? അത് ശരി, ഇപ്പോഴും ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ ഏത് പാട്ടാ പാടണേ? ഓ സൈനബ. ആഹാ. ദാസേട്ടനും ചിത്ര. ചിത്രാമ്മയും പാടിയത്. ഓക്കെ. എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയ പാട്ട്. ദാസാറിന്റെ കൂടെ ഒരു പാട്ട് സ്റ്റേജിൽ പാടാൻ പറ്റിയിട്ടുള്ളൂ. അത് ഈ പാട്ട് ഞാനും ജോൾസിനെയും ദാസാറും കൂടെ ഒരു സ്റ്റേജിൽ ദുബായിൽ പാടി. അതുകൊണ്ട് ഈ പാട്ട് എനിക്ക് വളരെ ഫേവറേറ്റ്. അങ്ങനെ ഒരു വലിയൊരു ഇതല്ലേ? തീർച്ചയായിട്ടും. അതെ. സിനിമയിൽ ഒരു പാട്ട് കണ്ണനായൻ, സ്റ്റേജിൽ ഒരു പാട്ട്. ഒന്നേ ഒന്ന് അല്ലേ? പക്ഷെ അത് എന്തൊരു ഇതല്ലേ? അതെ അതെ, പിന്നെ തീർച്ചയായിട്ടും. അതെ. അപ്പൊ നമുക്ക് All the best, മോളെ. പാട്ട് കേൾക്കാം. All the best. All the best. All the best. Thank you. സൈനബ, അലിവുള്ള സൈനബ, ഹരിയാ
മിനുട്ടി തീർന്നു സമയം കഴിഞ്ഞു. അപ്പൊ പ്രേക്ഷകർ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മത്സരങ്ങളൊക്കെ നാളെ തുടരും. പേടിക്കണ്ട, ഇന്നത്തെ സമയം കഴിഞ്ഞു. പിന്നെ വരും. അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ താൽക്കാലികമായിട്ട് വിട പറയുകയാണ്. അപ്പൊ നമ്മൾ നാളെ ഇതേ സമയത്ത് തിരിച്ചെത്തുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.